കരിമ്പനകളുടെ നാട്ടിലെ വേലമഹോത്സവം അവിടെ എത്തിയ കൊമ്പന്മാരുമാണ് നമ്മോടൊപ്പം. നെന്മാറ വല്ലങ്ങി വേലയിലെ മുഖ്യ ആകർഷണം കൊമ്പനാനകളാണ്. വേലയ്ക്കെത്തിയ കൊമ്പന്മാരെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും മികച്ച നാട്ടാന തന്നെ തങ്ങളുടെ ദേശത്തിൻ്റെ തിടം പേറ്റണമെന്നുള്ളത് നെന്മാറക്കാരുടെയും വല്ലങ്ങിക്കാരുടെയും വലിയ വാശികളിലൊന്നാണ്. അതിനുവേണ്ടി ഏത് പാതാളം വരെ വേണമെങ്കിലും പോകുവാൻ ഇവർ തയ്യാറായിട്ടുമുണ്ട്. അതിൽ സംഭവിക്കുന്ന ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ ഒരു പ്രശ്നമേയല്ല. ഉദ്ദേശിച്ച ആനയെ തന്നെ കിട്ടണം. അക്കാര്യത്തിൽ മറുകരക്കാരെ തോൽപ്പിക്കുകയും വേണം. ലോകകപ്പ് വിജയത്തിന് ശേഷം നമ്മുടെ ധോണിക്കും കൂട്ടുകാർക്കും പരസ്യചിത്രങ്ങളിൽ റേറ്റ് കുതിച്ചുയരുന്നത് പോലെ ഇങ്ങനെ മത്സരങ്ങൾ വരുമ്പോൾ ലക്ഷണമൊത്ത കൊമ്പന്മാരുടെയും വില റോക്കറ്റ് പോലെ കുതിച്ചുയരാറുണ്ട്. അത് സ്വാഭാവികം. പരിപാടി കേമമാക്കണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നവരാണ് ഗുരുവായൂർ പത്മനാഭനും കളഭകേസരി തിരുവമ്പാടി ശിവസുന്ദറും മംഗലാംകുന്ന് അയ്യപ്പനുമെല്ലാം. ഇതറിയാവുന്ന ആന മുതലാളിമാർക്കും ഉത്സാഹം തന്നെ. ഓരോ വേലക്കാലം വരുന്നതും നോക്കി നിൽക്കും ഇവരും. വേലപ്പറമ്പിൽ ഒരു തവണ എത്തിപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്നാണ് ഇവരുടെ പക്ഷം. ഏതെങ്കിലും ഒരു സിനിമയിൽ തല കാണിച്ചു കഴിഞ്ഞാൽ സീരിയലുകളിൽ ഭേദപ്പെട്ട പ്രതിഫലം വാങ്ങാം എന്ന് കരുതുന്ന നടീനടന്മാരുടെ ചിന്ത തന്നെയാണ് ഇവർക്കും. അതൊരു വാസ്തവവുമാണ്. വേലപ്പറമ്പിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ എത്തിയ 22 ഗജവീരന്മാർക്കും ബുക്കിങ്ങുകൾ കിട്ടിത്തുടങ്ങും. IPL ലേലം വിളി പോലെ മുന്തിയ വില പറഞ്ഞ് ഓരോരുത്തരെയായി പല ദേശങ്ങളിൽ നിന്നും വന്ന ഉത്സവ കമ്മിറ്റിക്കാർ കൊണ്ടുപോകും. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഏത് ആനക്കാരനാണ് തൻ്റെയും ആന ഇക്കൂട്ടത്തിൽ ഒരാളായി എത്തണമെന്ന് ആഗ്രഹിക്കാത്തത്? മാത്രമല്ല, കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഏക്കമാണ് ആനകൾക്ക് ഈ കമ്മിറ്റിക്കാർ നൽകാറുള്ളത്. 2004 ഒരു ഭക്തൻ്റെ താല്പര്യത്തിനോട് ഗുരുവായൂർ പത്മനാഭനെ അയാളുടെ കയറ്റെഴുന്നള്ളിക്കുന്ന ആനയായിട്ട് ഇവിടെ ഈ ദേശത്ത് കൊണ്ടുവരുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ചില സാങ്കേതിക കാരണവശാൽ ഒരുപാട് ടെൻഡറുകൾ അവിടെ പൊട്ടിക്കേണ്ടി വരും എന്നുള്ളൊരു അന്ന് അവിടെ പോകുമ്പോൾ കമ്മിറ്റിക്ക് അവിടെ നിറയെ ടെൻഡറുകൾ കണ്ടു. അപ്പോൾ സംഭവം വഷളാന്ന് തോന്നിയപ്പോൾ ഭക്തൻ തന്നെ പറഞ്ഞു, ഞാൻ എന്ത് വില കൊടുത്തോ ഈ ആന ഇവിടെ എത്തിക്കണം എന്നുള്ളൊരു താല്പര്യം വന്നു. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരു വലിയ സംഖ്യ നൽകിയിട്ട് 2,25,555 രൂപയ്ക്ക് ആ ആനയെ ആ ഭക്തൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. കേരളത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഏക്കം ഉണ്ടാക്കി കൊടുത്തും ആന മുതലാളിമാർക്ക് ഒരു സമ്പാദ്യ പദ്ധതി ഉണ്ടാക്കി കൊടുത്തും വല്ലങ്ങി വേലയിലൂടെയാണ്. കാരണം അവരെല്ലാം പറയുന്നത് പിൽക്കാലത്ത് 2005 പോയപ്പോൾ നിങ്ങൾ വല്ലങ്ങി തിടമ്പേറ്റ് പത്മനാഭന് കൊടുക്കുന്നതിൻ്റെ 10% ഞങ്ങളുടെ ആനയ്ക്ക് ഏക്കം തന്നാമെന്ന് പറയണം. അങ്ങനെയാണ് ആനൻ്റെ 2,500, 5,000, 7,500 പോയിട്ട് 20,000, 25,000, 12,000, 13,000 ഒക്കെ മാറിയത് അതിലൂടെയാണ്. അപ്പോൾ ആന മുതലാളിമാരുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയത് വല്ലങ്ങി വേലയിലൂടെയാണ്. ചരിത്രത്തിൽ ഇടം നേടിയ വലിയ ഏക്കത്തിന് ആനയെ സ്വന്തമാക്കിയതിൻ്റെ ക്രെഡിറ്റ് വല്ലങ്ങി ദേശക്കാർക്കുള്ളതാണ്. 2004 ആ സംഭവം. ഒരാഗ്രഹം അത്രത്തോളം മനസ്സിനെ കീഴടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാനാകും? എന്തും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇറങ്ങുക തന്നെ. അതാണ് സംഭവിച്ചത്. ആ ആണ്ടിലെ ഉത്സവത്തിന് 2 കരക്കാർക്കും ഒരേ ആഗ്രഹം. ഗുരുവായൂർ പത്മനാഭൻ തങ്ങളുടെ ദേശത്തിൻ്റെ തിടമ്പെടുക്കണം. കേരളത്തിൽ അന്ന് ഗുരുവായൂർ പത്മനാഭൻ തന്നെയാണ് സൂപ്പർ മെഗാസ്റ്റാർ, സംശയമില്ല. രജനിക്ക് പകരം രജനി പോലെയും ബച്ചന് പകരം ബച്ചൻ പോലെയുമുള്ള അവസ്ഥ. 2 ദേശക്കാരും ഉള്ളാലെ മോഹിച്ചു, സ്വപ്നങ്ങൾ കണ്ടു. ഗുരുവായൂർ പത്മനാഭൻ അങ്ങനെ തിടമ്പമേറ്റി വരുന്ന രംഗം അത് കണ്ടതിൽ പിന്നെ കമ്മിറ്റിക്കാർക്ക് പലർക്കും ഉറക്കം തന്നെ ഇല്ലാതായി. നേരെ ഗുരുവായൂർക്ക് 2 കക്ഷികളും വണ്ടി കയറി. അവിടെ എത്തിയപ്പോൾ അന്നേ ദിവസത്തേക്ക് അവകാശികളുടെ എണ്ണം ഏറെ. അങ്ങനെ വരുമ്പോൾ ദേവസ്വം ടെൻഡർ ക്ഷണിക്കുകയാണ് പതിവ്. ഏറ്റവും കൂടുതൽ തുക ദ്രവ്യമായി നൽകുന്നവർക്ക് ആനയെ നൽകും. അപ്പോൾ പിന്നെ വാശി കൂടി. ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ ടെൻഡറുകളുടെ എണ്ണം ധാരാളമുള്ളതായി കണ്ട വല്ലങ്ങി ദേശത്തെ ഒരു ഭക്തൻ എത്ര രൂപ അധികം കൊടുക്കേണ്ടി വന്നാലും താൻ ആനയെ കൊണ്ടുവരും എന്ന് വാശിയെടുത്തു. അതേ വാശി മറുവശത്തുമുണ്ടായിരുന്നു. ടെൻഡറിൽ ആരും എഴുതാത്ത ഒരു വലിയ തുക തന്നെ ആ ഭക്തൻ എഴുതി. അത് 2,22,222 രൂപയായിരുന്നു.
സോവിയറ്റ് റഷ്യയിലെ പ്രമുഖ പോൾ വാൾട്ട് ജമ്പറായിരുന്ന സെർജി ബുബൂക്കയുടെ സ്വയം തിരുത്തുന്ന റെക്കോർഡ് പോലെയുള്ള ഒരു കയറ്റമായിരുന്നു അത്. അത്രയും തുക ആരും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആനയെ വല്ലങ്ങി ദേശക്കാർ സ്വന്തമാക്കി. ഗുരുവായൂർ പത്മനാഭൻ അങ്ങനെ ഏറ്റവും വില കൂടിയ താരമായി. ആ വാർത്ത ആനപ്രേമികൾക്കും ആന മുതലാളിമാർക്കും ഇടയിൽ വലിയൊരു അത്ഭുതം തന്നെ ഉണ്ടാക്കി. അന്നേ വരെ ഗുരുവായൂർ പത്മനാഭനെക്കുറിച്ച് കേട്ടറിവ് മാത്രം ഉണ്ടായിരുന്നവർ ഏത് വിധേനയും അവനെ കണ്ടേ മതിയാകൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗുരുവായൂർ പത്മനാഭനെ കാണുവാൻ വേണ്ടി മാത്രം വേല കാണുവാൻ എത്തിയവരും ആ വർഷമുണ്ടായിരുന്നു. സത്യത്തിൽ ഗുരുവായൂർ പത്മനാഭൻ എന്ന ലക്ഷണ തികവുള്ള ആനയ്ക്ക് തൃശ്ശൂരിനും പാലക്കാടിനും അപ്പുറം മറ്റൊരു വേദി കിട്ടുന്നത് 2004 ഈ പ്രമാദമായ ഏക്കത്തിന് ശേഷമായിരുന്നു. അതുവരെ പത്മനാഭൻ തൃശ്ശൂരിലും പാലക്കാട്ടുമായി തൻ്റെ സാമ്രാജ്യം ഒതുക്കി ജീവിച്ചു പോവുകയായിരുന്നു. അക്കാലത്ത് വളരെ അപൂർവമായി എറണാകുളം വരെ എത്തിയാലായി, അതും ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രം. എന്നാൽ ഈ വേല കഴിഞ്ഞതോടെ പത്മനാഭൻ്റെ രാശിചക്രം തെളിഞ്ഞു. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം ഒരുക്കി അവാർഡുകൾ വാരിക്കൂട്ടിയ സംവിധായകൻ്റെ ഗമയിലേക്ക് പത്മനാഭൻ എന്ന താരം വളർന്നു. അവനെ തേടി ദേശങ്ങൾ കടന്ന ആനപ്രേമികൾ ഗുരുവായൂരിലെത്തി. ഗുരുവായൂർ ദേവസ്വവും ചില നിയന്ത്രണങ്ങൾ വെച്ചു. തിടമ്പേറ്റുന്ന ആനയുടെ പദവി ലഭിച്ചാൽ മാത്രമേ പത്മനാഭനെ പൂരങ്ങൾക്കും എഴുന്നള്ളത്തിനുമെല്ലാം അയക്കൂ എന്നായി. ഉത്സവ കമ്മിറ്റിക്കാർക്ക് അതും സമ്മതമായി. അങ്ങനെ തൃശ്ശൂരും പാലക്കാടും മാത്രം കണ്ടു ശീലിച്ച പത്മനാഭൻ തെക്കും വടക്കും യാത്ര തുടങ്ങി. പാലായിലും ഈരാറ്റുപേട്ടയിലും തിരുവഞ്ചൂരിലുമെല്ലാം പത്മനാഭനെ കാണുവാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. എല്ലാം ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ കൃപാകടാക്ഷം എന്നല്ലാതെ എന്തു പറയാൻ. തിരുമംഗലത്ത് പലരും അതിനിടയിൽ പലതവണ ഫ്രാൻസിസിനെ കണ്ട് നിരാശയോടെ മടങ്ങി. അക്കാലത്താണ് ഗൾഫിലെ പ്രമുഖ വ്യവസായിയും ആനക്കമ്പക്കാരനുമായ സുന്ദർ മേനോൻ പൂക്കോടൻ ശിവനെക്കുറിച്ച് കേൾക്കുന്നത്. ഇത്രയും പേർ മോഹവില പറഞ്ഞിട്ടും മടക്കുവാൻ നോക്കി. സുന്ദർ മേനോൻ വിട്ടില്ല. ആനയ്ക്ക് അയാൾ മോഹവില പറയുവാൻ തുടങ്ങി. മനസ്സിൽ 30 ലക്ഷം വരെ കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ഫ്രാൻസിസ് 28 ലക്ഷം എത്തിയപ്പോൾ തലകുത്തി വീണു. കൊടുക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ സുന്ദർമേനോൻ വൈകിയില്ല. അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം പൂക്കോടൻ ശിവനെ സ്വന്തം വീട്ടുമുറ്റത്ത് അഴിച്ചു കെട്ടി. പേര് ശിവസുന്ദർ എന്നുമാക്കി. ഇത്രയും മോഹവില കൊടുത്ത് വാങ്ങിയെങ്കിലും സുന്ദർമേനോൻ അധിക നാൾ ഇവനെ വീട്ടിൽ നിർത്തിയില്ല. തിരുവമ്പാടിയിലെ ക്ഷേത്രത്തിൽ നടക്കിരുത്തി. അമ്പലത്തിലെ പേരുകേട്ട ആനയായിരുന്ന തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരൻ ചരിഞ്ഞിട്ട് അപ്പോഴേക്കും കുറച്ചു കാലമേ പിന്നിട്ടിരുന്നുള്ളൂ. അങ്ങനെ ഉയർന്ന വായുകുംഭവും കട്ടിയാർന്ന നടയുമെല്ലാം ഉള്ള ശിവസുന്ദർ തിരുവമ്പാടി ശിവസുന്ദറായി ഭഗവത് സന്നിധിയിലെത്തി. ഇന്ന് കേരളത്തിലെ ഏറ്റവും സുന്ദരനായ ആനയുമായി വളർന്നിരിക്കുന്നു. ഒരു ദേശത്തിൻ്റെ മുഴുവൻ അഭിമാനമായി ആദരവുകൾ ഏറ്റുവാങ്ങി ഇവൻ അമ്പലത്തിൽ നിറഞ്ഞു നിന്നു. രാജകീയ പ്രൗഢിയുള്ള തിടമ്പ് ഇവൻ്റെ ശിരസിൽ വലിയൊരു മാസ്മരികത തന്നെ സൃഷ്ടിച്ചു. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലല്ല എവിടെയും ഈ ഉത്സവത്തിൽ തിടമ്പി വെച്ച ആനയ്ക്കുള്ള കോലം, ആ കോലത്തിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന മാലകൾ ഏതൊരു ഉത്സവത്തിനും ഇതേപോലെ അത്രയും ഭംഗിയും വൃത്തിയായിട്ട് കാണില്ല. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഞങ്ങളുടെ ഭഗവതി എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. തിരുവമ്പാടി ശിവസുന്ദറിനെയും തിരുവമ്പാടി ചെറിയ ചന്ദ്രശേഖരനെയും കൂടാതെ തായങ്കാവ് മണികണ്ഠൻ, വയ്യിലാശ്ശേരി അർജുനൻ, ചെർപ്പളശ്ശേരി ശേഖരൻ, നായരമ്പലം രാജശേഖരൻ, തിരുവമ്പാടി രാമഭദ്രൻ, ബാസ്റ്റിൻ വിനയസുന്ദർ, കൂറ്റനാട് രാജശേഖരൻ, പ്ലാത്തോട് കണ്ണൻ, പാമ്പാടി രാജൻ എന്നിങ്ങനെ പേരും പെരുമയുമുള്ളവർ വല്ലങ്ങി ദേശത്തിനു വേണ്ടി നിരന്നപ്പോൾ മംഗലാംകുന്ന് അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള 11 ഗജവീരന്മാർ നെന്മാറക്കാർക്ക് വേണ്ടിയും ഉണർന്നു നിന്നു.
ചിറയ്ക്കൽ കാളിദാസനും മംഗലാംകുന്ന് ഗണപതിയും ചിറയ്ക്കൽ മഹാദേവനും എല്ലാം ചേർന്ന ആ വലിയ നിരയും കാഴ്ചക്കാർക്ക് നവ്യ അനുഭവം തന്നെ പകർന്നു. ചരിത്രപ്രസിദ്ധമായ നെന്മാറ വല്ലങ്കിയുടെ 2011 വേലമഹോത്സവത്തിൻ്റെ വല്ലങ്ങി ദേശത്തിൻ്റെ ഗജവീരന്മാരുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വല്ലങ്ങി ദേശത്തിൻ്റെ 2011 കോലം കേട്ടുന്ന ആന തിരുവമ്പാടി ശിവസുന്ദറാണ്. നെന്മാറ വല്ലങ്കി 2 ദേശക്കാരുടെ മത്സരപൂരങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മഹോത്സവമാണ് നെന്മാറ വല്ലങ്കി. മറ്റനവധി മത്സരപൂരങ്ങളുണ്ടാവാം, മരടുണ്ട്, ചെറായി പൂരങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇത്രയും മാത്സര്യ ബുദ്ധിയോടുകൂടി 2 ദേശക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് നെന്മാറ വല്ലങ്കി വേല. വേലയുടെ ആരംഭം തുടങ്ങി കഴിഞ്ഞാൽ 6 മണിക്ക് തടമ്പ് പൂജ, 9 മണിക്ക് ഇവിടെ ആചാര പൂജകളും വീടുപടിയും കഴിഞ്ഞാൽ 10:50 കേളിയോടൊപ്പം ഇവിടെ തടമ്പ് പൂജ ആരംഭിച്ചു. തടമ്പ് പൂജ ആരംഭിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് കോലം കെട്ട് ചടങ്ങ്. ആ കോലം കെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ അവിടെ നിന്ന് 2 മണിക്കൂർ ഇവിടെ വാദ്യമേള പുരുഷാരസം വാദ്യാഘോഷം നടത്തി ഇവിടെ നിന്ന് ഇറങ്ങി മന്നത്ത് വരുമ്പോൾ സമയം 2 മണി. മന്നത്ത് 2 മണിക്ക് വരുമ്പോൾ ഇവിടെ ശാസ്താവ ക്ഷേത്രത്തിൽ നിന്ന് മന്നാടിയാർ, പൂക്കോട്ടം മന്നാടി, നാടുവഴിയ പൂക്കോട്ടം മന്നാടിയാരിനോടുന്ന് ആന പുറപ്പെട്ട് വരും മന്നത്തേക്ക്. ആ മന്നത്തേക്ക് നാടുവഴിൻ്റെ ആന വന്നതിന് ശേഷം മാത്രമേ പതിയാറിൻ്റെ ആന ഇവിടെ നിന്ന് നീങ്ങിപ്പോവുള്ളൂ. ഇതാണ് ഐതിഹ്യം. 4 മണിയോടുകൂടി ആനപ്പന്തലെത്തുകയും അവിടെ നിന്ന് പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ വലതുവശത്ത് ദേവിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന ആന പടിഞ്ഞാറ് അഭിമുഖമായിട്ടും ഞങ്ങളുടെ ഓപ്പോസിറ്റ് ദേശക്കാരുടെ ആന കിഴക്ക് നോക്കിയും നിൽക്കും. അങ്ങനെയാണ് കുടമാറ്റം നടക്കുന്നത്. കുടമാറ്റം നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആന 4:30 വല്ലങ്ങി ദേശക്കാരൻ്റെ ആന വല്ലങ്ങിക്കാവിലേക്ക് കയറുന്നു. വല്ലങ്ങിക്കാവിലേക്ക് കയറി കഴിഞ്ഞാൽ പടിഞ്ഞാറ് നടയിൽ പോയിട്ട് ദേവിയുടെ ഇടതുവശം, ദേവിയുടെ ഇടത്തെ ചെവിയിൽ കൊട്ടി ആഘോഷിക്കുക എന്നുള്ള അതിൻ്റെ ചടങ്ങ്, ദേവിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും കൂടിയുണ്ട് അതിൻ്റെ വിശേഷം. അത് 6:30 വരെ കൊട്ടും. 6:30 വരെ കൊട്ടിക്കഴിഞ്ഞാൽ 6:30 ദേവിയെ വണങ്ങി ആന കാവിറങ്ങുന്നു. ആന കാവിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട്, കരിമരുന്ന് പ്രയോഗം, ലോകം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെടിക്കെട്ട് അവിടെ ആരംഭിക്കും. രണ്ട് ദേശങ്ങൾ അവരുടെ ആവിഷ്കാരങ്ങളിൽ ഊറ്റം കൊണ്ടു നിന്നു. ആനച്ചമയങ്ങൾ അന്തിവെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുമ്പോൾ ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ശിവസുന്ദറും മംഗലാംകുന്ന് അയ്യപ്പനും ഇഞ്ചോടിഞ്ച് ഉയർന്നു നിന്നു. രണ്ട് ദേശക്കാർ തങ്ങളുടെ നാടിനു വേണ്ടി, അതിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി നടത്തുന്ന വലിയ ഒരു ഉത്സവം ഇങ്ങനെ സംസ്കാരത്തിൻ്റെ ഈടുവയ്പായി മാറുന്നു. രണ്ട് ദേശക്കാർ മാത്രമല്ല, എത്രയോ ദേശങ്ങളിൽ നിന്നും ഇവിടെ ഒഴുകിയെത്തിയവരുണ്ട്. അതിൽ തിളങ്ങുന്ന ഒരു കണ്ണിയായി സഖ്യപുത്രന്മാരും. ഒരു വേലക്കാലം കഴിയുമ്പോൾ ഇവർ സൂപ്പർ താരങ്ങളായി ഉയർത്തപ്പെടുകയാണ്. അരങ്ങിലും അണിയറയിലും ഇവർക്ക് കൂടുതൽ ശോഭിക്കാനാകട്ടെ എന്ന് ആഗ്രഹിക്കാം, അനുഗ്രഹിക്കാം.